സൂര്യ റെഡിയല്ലേ? റെഡിയാ. വിളിക്കാം സാർ. ആ ബോർഡൊന്ന് സെൻറ്റർ ചെയ്യൂ സാർ. ഷോട്ട് റെഡിയാ. സൂര്യ, ഷോട്ട് മനസ്സിലായല്ലോ. കുട്ടികൾ ഭയങ്കര ആഹ്ലാദത്തിലാണ്. രാഘവൻ 2 കുട്ടികളെ ചേർത്ത് പിടിച്ച് ഉറക്കെ ചിരിച്ച് പുഴയിലേക്ക് മുങ്ങുന്നു. അതാണ് ഷോട്ട്. ഓക്കെ, നമുക്ക് റിഹേഴ്സൽ പോവാം. ലൈവ് സ്റ്റഡി ആണല്ലോ. അതെ, വളരെ കോമ്പാക്ട് ചെയ്തു. റെഡി 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 സർ. റെയിൻ ക്യാമറ ആക്ഷൻ. എന്താ കാണിക്കുന്നത് സൂര്യ? അങ്ങനെയല്ല, നന്നായിട്ട് മുങ്ങണം. കുട്ടികളുമായി ബഹളം വെച്ച് നല്ല ഹാപ്പിയായി മുങ്ങണം. മക്കളെ, സന്തോഷമായിട്ട് മുങ്ങണം കേട്ടോ. ഓക്കെ, ടേക്ക് വാ. റെഡി 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 സാർ. റെയിൻ റെഡി സാർ. ആക്ഷൻ. നന്നായിട്ട് മുങ്ങ്. സൂര്യ, കുട്ടികളുമായി ആർത്തി ചിരിച്ച് നല്ല ഫോഴ്സിൽ മുങ്ങണം. എന്നാലും സുഖം ഉണ്ടാവുള്ളൂ. നമുക്കൊന്നും എടുക്കാം. ഇതൊക്കെ വെക്കി. അത് ശരിയാവില്ല, നന്നായി മുങ്ങണം. മുങ്ങുന്ന സീൻ ശരിയാവില്ല. ഇതൊന്ന് മാറ്റി പ്ലാൻ ചെയ്യും. സൂര്യ, അതും കൂടെ ഉണ്ടെങ്കിൽ സീനിനൊരു ഭംഗി ഉണ്ടാവും. എന്തു ഭംഗി? കുട്ടികളായിട്ട് നേരം പോക്ക്, അത്ര ഉള്ള സീന്റെ പർപ്പസ്. ഈ സീൻ ഒഴിവാക്കിയാലും സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ല. ഇത് സ്ക്രിപ്റ്റിൽ വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള സീനാണ്. നമ്മൾ ഇതിന്റെ അണ്ടർ വാട്ടർ വരെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അണ്ടർ വാട്ടർ സുഖോ, ഈ സീൻ ഒന്ന് മാറ്റി പ്ലാൻ ചെയ്തിട്ട് എന്നെ വിളിച്ചാൽ മതി. അല്ല, ഈ സിനിമയുടെ സംവിധാനം ആരാ? ഞാനാണോ സുഖമാണോ? അതുകൂടെ പറഞ്ഞിട്ട് പോ. സമയണ വണ്ടി എടുക്കാൻ പറ. അരവിന്ദ, വെള്ളത്തിൽ മുങ്ങുമോ എന്ന് ശ്രദ്ധിച്ചോ? സൂര്യ സാറിന്റെ മുഖം വല്ലാതെ ഭയന്ന് വിറച്ച്. എന്തോ പ്രശ്നമുണ്ടോ? ഇല്ലെങ്കിൽ സൂര്യ സാർ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല. കൊള്ളാം, പെർഫോമൻസ് നന്നായി. പക്ഷേ ക്യാമറയ്ക്ക് മുന്നിലേക്കാൾ പിന്നിലെ പെർഫോമൻസ് എനിക്ക് ഇഷ്ടമായത്. നിനക്കറിയാമല്ലോ, ജീവൻ പണയം വെച്ചാ ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നത്. ഒരു സാധാരണ സിനിമ ഷൂട്ടിംഗ് പോലെ അല്ലല്ലോ ഇത്. നീ പറയാറുള്ളത് പോലെ ഒരു യുദ്ധം. പക്ഷേ ഏത് യുദ്ധത്തിനും ഒരു ലക്ഷ്യം ഉണ്ടാവും. ഇവിടെ എന്താണ് നമ്മുടെ ലക്ഷ്യം? മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക, ഈ സിനിമയിലൂടെ നിന്റെ ഉദ്ദേശം എന്താ? എന്ത് ലക്ഷ്യം? ഈ സിനിമ തീർക്കണം, അത്ര തന്നെ. സിനിമ തീർക്കണം പോലും എവിടെ തീർക്കാവുന്ന ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ. അത് നടന്നിടത്ത് തന്നെ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടാവുമെന്ന് നിന്നോട് മാറി മാറി ഞങ്ങൾ പറഞ്ഞതല്ലേ? എന്നിട്ട് നീ വാശി പിടിച്ചു. അതിന്റെ ഫലമായി ഫുൾ യൂണിറ്റ് അനുഭവിക്കുന്ന അറിയോ? ഒന്നെനിക്കുറപ്പുണ്ട്, ഈ സിനിമ നിനക്ക് വെറും ഒരു സിനിമയല്ല. നീ എന്തൊക്കെയോ ഉന്നം വെക്കുന്നുണ്ട്. കോംപ്രമൈസ് ചെയ്ത് സിനിമ ചെയ്യാൻ താല്പര്യമില്ലാത്തതിന്റെ പേരിൽ ഈ ഇൻഡസ്ട്രി വിട്ടവനാ ഞാൻ. പക്ഷെ ഇവിടെ നിന്റെ ഓരോ ഇടപെടലിനും സഹകരിച്ചാൽ നിന്ന് തന്നത് സൂപ്പർ സ്റ്റാർ സൂര്യനെ ഓർത്തല്ല, എന്റെ ആ പഴയ ചങ്ങാതി ഓർത്ത. ഇനി ഈ വിട്ടുവേഷ കെട്ടാൻ ഞാൻ തയ്യാറല്ല. എനിക്കറിയണം ഈ സിനിമയും നീയും തമ്മിലുള്ള ബന്ധം, ചിറ്റാറിൻ തൊടിയും നീയും തമ്മിലുള്ള ബന്ധം. പറയാൻ ബുദ്ധിമുട്ടാണേ വേണ്ട. അരവിന്ദൻ ഈ പണി ഇവിടെ വെച്ച് നിർത്തുക. പട്ടിണി കിടന്ന് നല്ല ശീലം എനിക്കുള്ളത്. നീ ദാനം. അരവിന്ദ, സൂര്യ, നീ ചോദിച്ചത് ശരിയാ. എന്റെ വാശി, അതിന്റെ പേരിൽ നിങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വേദന ഒക്കെ ശരിയാ. പക്ഷെ ഞാൻ നിന്നോടൊന്ന് ചോദിച്ചോട്ടെ, എന്റെ അച്ഛന്റെ കഥ പറയാൻ ആവേശമുണ്ട്. ഈ മണ്ണിലല്ലാതെ ഞാൻ വേറെ ഏത് മണ്ണിൽ ചവിട്ടി നിൽക്കണം? നീ പറഞ്ഞു വരുന്നത്? ഫാക്ടറി നിൽക്കുന്നിടത്തായിരുന്നു ഞങ്ങളുടെ കൊച്ചു വീട്. അച്ഛൻ പാവൊരു കർഷകനാ. പേര് രാഘവൻ. ചിറ്റാരം തൊടിക്കാര് സഖാവ് രാഘവൻ എന്ന് വിളിക്കും. എന്റെ അമ്മയുടെ പേര് ജാനകീന്നാ. ഒരുപാട് മുടി ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. ഒരുപാട് കഥകൾ അറിയാം എൻ്റെ അമ്മയ്ക്ക്. അത് കേൾക്കാൻ എനിക്കൊപ്പം എൻ്റെ അനിയത്തിക്കുട്ടി ഉണ്ടായിരുന്നു. കണ്ണേട്ടാന്ന് വിളിച്ച് എൻ്റെ പിന്നാലെ ഓടി നടന്ന ഞങ്ങളുടെ കൊച്ചനുജത്തി ചിന്നുമോള്. ഇനി പറ, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ കഥ പറയാൻ വേറെ എവിടെ പോണ്ടേ? 11ാമത്തെ വയസ്സിൽ സാലിഗ്രാമിലൊരു ഹോട്ടലിൽ എച്ചിലെടുക്കാൻ നിന്ന കണ്ണൻ സൂര്യകിരനായ കഥ ലോകത്തിനറിയാം. പക്ഷേ 11 വയസ്സ് വരെയുള്ള കണ്ണന്റെ കഥ
എന്റെ ജീവിതം അത് ഒരു ശ്വാസം കിട്ടാത്തൊരു പിടച്ചിലായി ഇപ്പോഴെന്റെ നെഞ്ചിലുണ്ട്. ചിറ്റുമോള് വല്ലാതെ വിശന്ന് കരയുന്നമ്മേ. എനിക്കും വിശക്കുന്നു. അമ്മ കഞ്ഞി കിട്ടിട്ടുണ്ട്. അതാവുമ്പോഴേക്കും മക്കൾക്ക് പുഴയിൽ പോയി കുളിക്കണം. അച്ഛന്റെ കൂടെ പോയി കുളിക്കും പോലെ. അച്ഛനുണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നല്ലേ ഞാനോട് വരട്ടെ. വാ ചിറ്റുമോളെ. ഇവിടെ നിന്ന് കുളിച്ച പോരെ അമ്മേ? എന്താ അമ്മേ? എന്തിനാ കരയുന്നേ? എന്റെ കുടുംബത്തിന്റെ മരണം കൊണ്ടുപോയപ്പോ ഒരു ബാക്കി പത്രം എന്ന പോലെ അമ്മയുടെ കഴുത്തിലെ ആലസുമായി ഞാൻ മാത്രം ജീവിതത്തിലേക്ക്. ഒഴുക്കിലൊഴുകി എവിടെയോ തീരെ തടിയുമ്പോൾ രക്ഷകനായി എത്തിയ വികാരിച്ചനോടൊപ്പം കുറച്ചുകാലം ഓർഫനേജിൽ, പിന്നീട് മദ്രാസിൽ, പിന്നീടൊരു മൂടൽ മഞ്ഞിൽ എന്ന പോലെ മനസ്സിലുണ്ടായിരുന്ന ചിറ്റാരം തൊടി ബോധപൂർവമാണോന്ന് എനിക്കറിയില്ല. മറക്കായിരുന്നു ഞാൻ. ഒടുവിലെല്ലാം ഓർമ്മിപ്പിക്കാനെന്ന പോലെ നന്ദഗോപൻ എനിക്ക് മുന്നിലെറിഞ്ഞ തിരക്കഥയിലൂടെ എന്റെ നഷ്ടപ്പെട്ട ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ. പിന്നെ നീ പറഞ്ഞ പോലെ ചില ലക്ഷ്യങ്ങളും. താൻ വിശ്വസ്തനാണ്, രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ മിടുക്കനുമാണ്, ജീവനിൽ കൊതിയുള്ളവനാ. അതുകൊണ്ടെന്താ മക്കളെയും കൊച്ചുമക്കളെയും കളിപ്പിച്ച് ദീർഘായുസ്മാനായി ജീവിക്കുന്നു അല്ലടോ? പക്ഷേ ഇടയ്ക്കിടെ പഴയ വിപ്ലവകാരിയുടെ ചോര കിടന്ന് തിളയ്ക്കുന്നുണ്ട് അല്ലേ കോളനിക്കാരെ ഓർത്ത്? ഒരുപാട് തിളയ്ക്കണ്ട, തിളച്ചാൽ വറചട്ടിയിൽ പൊരിച്ചെടുക്കും ഞാൻ. കുടുംബത്തെ മുഴുവൻ. മനസ്സിലായോ? നായ കണ്ടതെല്ലാം മറന്നേക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത് ഓർമ്മയുണ്ടല്ലോ. അനുസരണയോട് കൂടെ നിന്നാൽ ആയുസ് തീരും വരെ ജീവിക്കാം, ഇല്ലെങ്കിൽ ഇവിടെ തീർക്കും ഞാൻ. അപ്പായി എണിക്കപ്പായി. ഇത് പിടിക്ക്. പിടിക്കടോ. സൂപ്പർ സ്റ്റാറിന്റെ കൂടെ നിന്ന് യോഗം കൂടലും വിപ്ലവം പറച്ചിലൊക്കെ നല്ലതാ. പക്ഷേ തമ്പാൻ സഖാവ് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുണ്ടാകണം. താൻ അവരുടെ ആളായിട്ട് തന്നെ നിന്നോ? അങ്ങനെ തന്നെ നിൽക്കണം. നമുക്ക് വേണ്ടത് അതാ. അപ്പോ അവരുമായുള്ള ബന്ധം വെച്ച് ഞങ്ങൾക്ക് വേണ്ടി താൻ ഒരു കാര്യം ചെയ്യണം. ഈ സിനിമയുടെ തിരക്കഥയുടെ ഒരു കോപ്പി അവിടെ നിന്ന് അടിച്ചു മാറ്റി ഞങ്ങൾക്ക് തരണം. താനൊന്ന് ഉറപ്പിച്ചിറങ്ങിയ കാര്യം നടക്കും. അതങ്ങ് പിടിപ്പിക്കണോ? കുടിക്കേ. തനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തരുന്ന ഞങ്ങൾക്കൊരു സന്തോഷം. അപ്പായ വിശ്വസ്തനാ, ജീവന് പേടിയുള്ളവനാ. കുടിച്ചിപ്പട്ടിയുടെ ജന്മ എച്ചിന് തിന്ന് കാച്ചോട്ടി വാലാട്ടി കിടക്കും. അതുകൊണ്ടെന്താ തമ്പുരാൻ ദീർഘായുസ് തന്നു. ആർക്കും വേണ്ടാഞ്ഞിട്ടും അപ്പായ ഇങ്ങനെ ഇങ്ങനെ തുഴയ.
സഖാവ് രാഘവൻ എങ്ങനെ മരിച്ചത്? ആ എനിക്കറിയാം, എനിക്ക് പോണം. പോയിക്കോ, ഇതിനുത്തരം പറഞ്ഞിട്ട് പോയിക്കോ. എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി ആ രഹസ്യം സൂക്ഷിക്കാൻ അപ്പായപ്പന് കഴിയോ? സഖാവ് രാഘവന്റെ മകനെ ഞാൻ, കണ്ണൻ. ചിറ്റാരമ്പുഴ കൊണ്ടുപോയെന്ന് നിങ്ങൾ വിശ്വസിച്ച ആ കണ്ണനെ ഞാൻ. ഇനി പറ, ആരാന്റെ അച്ഛനെ കൊന്നത്? ആരാന്റെ അച്ഛനെ കൊന്നത് പറയാൻ? അപ്പൊ നമ്മൾ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യുന്നു. മൊത്തം 4 ദിവസം. 4ാമത്തെ ദിവസം പടം പാക്ക് ചെയ്യുന്നു. കുടിയിറക്കപ്പെട്ട കുടുംബങ്ങൾ ഫാക്ടറി മുതലാളുടെ എസ്റ്റേറ്റിലേക്ക് മാർച്ച് ചെയ്ത് കുടിലുകൾ കിട്ടുന്നതാണല്ലോ നമ്മുടെ ക്ലൈമാക്സ്. അതിന് ഏകദേശം 2000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റുകളെങ്കിലും വേണം. ഇത്രയും പേരെ നാളെ ഒറ്റ ദിവസം കൊണ്ട് സംഘടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമുക്ക് ജൂനിയർ ആർട്ടിസ്റ്റുകളെ വേണ്ട കൃഷ്ണ. ചിറ്റാരൻതൊടിയുടെ കഥയല്ല നമ്മൾ പറയണേ. ഇവിടത്തെ ജനങ്ങൾ വരും. കരിയമ്പാടത്തെ ജനങ്ങൾ, കുടിയേറ്റക്കാരുടെ വേഷം അവര് ചെയ്യും. പോരെ? ഇനി ലൊക്കേഷൻ വരദരാജ ചെട്ടിയാർ എസ്റ്റേറ്റ് മതിയാവല്ലോ? അതുപോലെ സുഖു. ഓ ധാരാളം. പെർമിഷൻ ഞങ്ങൾ വാങ്ങിച്ചോളാം. കിഷോർ സെറ്റ് വർക്കിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ശരിയാ. വേറൊന്നില്ലോ? ഇല്ല. ഓക്കെ. ഓക്കെ എന്നാ. എന്താ സൂര്യ, എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞത്? ക്ലൈമാക്സ് ഷൂട്ട് കഴിഞ്ഞാൽ 1 ദിവസം കൂടി ക്യാമറ ഉൾപ്പെടെ ഫുൾ യൂണിറ്റ് ചിറ്റാരൻതൊടിയിൽ ഉണ്ടാവണം. അതെന്തിന്? നമ്മളെല്ലാം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത സീൻ റീഷൂട്ട് ചെയ്യുന്നു. അതെന്തിനാ? പറയാം. கடவுளே, சூரிய சார் நம்ம வீட்லயா? நம்ப முடியலே. வாங்க சார். என்ன சூரிய சார், என்னுடைய எஸ்டேட்டில் உங்க படம் ஷூட் பண்றதுக்கு பர்மிஷன் வேணுமா? சும்மா கேரி ஷூட் பண்ணுங்க சார். எவ்வளவு வேணும்னா ஷூட் பண்ணுங்க. ஆனா ஒன் கண்டிஷன், இன்னைக்கு டின்னர் நம்ம வீட்ல தான். அது எங்களுக்கு ஒரு பெருமை சார். അതിനുള്ള പെർമിഷൻ സൂര്യ സാർ നേരത്തെ തന്നിട്ടുണ്ടല്ലോ. இப்போ എല്ലാം റെഡി தானே? ആമാങ്ക. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോകുകയുള്ള സഖാവേ. ഇനി ആ സിനിമ കൂടെ ഇറങ്ങിയ എന്തൊക്കെ അതിനകത്തുനിന്ന് ആർക്കറിയാം? ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ. ആര് പറഞ്ഞു? അപ്പൊ പിന്നെ ചോദിക്കാൻ നിൽക്കണ്ട. കിട്ടുന്നോർത്ത് വെച്ച് തീർത്തു അവനെ. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഒരു ചായ. എങ്ങനെയുണ്ട് സാർ സ്ഥലം? കൊള്ളാം. നമ്മുടെ മെയിൻ ലൊക്കേഷനിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ടെങ്കിലും സ്ഥലം കൊള്ളാം. നൈറ്റ് ആയി കഴിഞ്ഞ ഒരൊറ്റ മനുഷ്യക്കുഞ്ഞു പോലും ഉണ്ടാവില്ല ഇവിടെ. ഇവിടല്ലേ നമുക്ക് പെർമിഷൻ? അതെ അതെ. എടാ നോക്കടാ, രക്ഷകനായിട്ട് ആരാ വന്നിരിക്കുന്നത് നോക്ക്. നന്ദഗോപൻ സാർ, മാളിക വീട്ടിലെ നന്ദഗോപൻ സാർ. എന്റെ മാതാവേ, എന്റെ ഒരു തലവരെ നോക്കണേ. ഇവനെ തപ്പി ലോകം മുഴുവൻ ആള് പായിക അപ്പതേ കൺമുമ്പിൽ വന്ന് നിൽക്കുന്നു. ഒറ്റ വെടി 2 പക്ഷി.
അപ്പൊ നമുക്ക് പോകാം അല്ലയോ? അനങ്ങരുത്. ഒരു ചൂട് മുന്നോട്ട് വെച്ചാൽ തീർക്കുവിനെ ഞാൻ. വാള് താഴെയിട. ഡയറക്ടർ സാറേ രക്ഷപ്പെടേ. എന്താ സാറ് രക്ഷപ്പെടേ? പറയുന്നത് കേക്ക്. എന്റെ കാര്യം നിങ്ങൾ നോക്കണ്ട. രക്ഷപ്പെടേ. ആ സിനിമ പൂർത്തിയാവണം. അതിന് നിങ്ങൾ വേണം. ഓ പോയി രക്ഷപ്പെടാൻ. സാറേ പോരെ, ഈ പോരെ. സാറേ വേഗം വേഗം ഒന്ന് കേറ്. ഓ സാറേ കേറ്. മുന്നിൽ നമ്മുടെ തിരക്കഥാകൃത്വം ഉരിയാടുന്നില്ലല്ലോ ഭദ്ര. ഇവന്മാർ ഇത്ര നേരം പഴുതിട്ടും കമാന്നൊരു അക്ഷരം. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഒന്നും ചെയ്യാനില്ല. ഡീസലിൽ കുളിപ്പിച്ച തീയങ്ങ കൊളുത്തുക. നിലം തൊടാതെ നിന്നങ്ങ് കത്തട്ടെ. നന്ദഗോപൻ മാളിക വീട്. അനിയ, ഓ ഈ കുന്താണം വെച്ചിട്ടില്ല. മര്യാദയുടെ ഭാഷയിൽ ഒരിക്കൽ കൂടി ചോദിക്കുക, എന്താ ഈ തിരക്കഥയിലുള്ളത്? സഖാവ് രാഘവന്റെ ഈ കഥയില് ഞങ്ങളുടെ റോൾ എന്താ മക്കളെ? പറയടാ, പറ കുഞ്ഞേ. ഇത് തന്നെ കഥ. സ്റ്റീഫ, ഇനി താനായി തന്റെ പാടായി. കത്തി കഴിയുമ്പോ ഇത്തിരി ചാര ഒരു കുപ്പിലാക്കി തരണേ. തലങ്ങാണ്ട് അടിയിൽ വെക്കാനാ, പേടി കിട്ടാതിരിക്കാൻ. പടച്ചോനെ വല്ലാത്തൊരു ഉരു തന്നെ. സ്വർഗത്തിലെങ്കിലും തമ്പുരാൻ നല്ല ബുദ്ധി കൊടുക്കട്ടെ. വന്നു. അതെ മുഴുവൻ കഥ എന്റെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് വായിക്കണ്ടേ? സ്റ്റീഫ, ഇവനെങ്ങ് കത്തിച്ചേ. എല്ലാരും കുറേശ്ശെ അങ്ങോട്ട് വായിക്ക. അപ്പോ പെട്ടെന്ന് തീരും. എന്റെ അമ്മോ, ഇതൊന്നും അടിച്ചെടുക്കാൻ പറ്റ പാട് എനിക്കേ അറിയത്തുള്ളൂ. വള്ളി പുള്ളി വിടാതെ വായിച്ചോണം. നമ്മുടെ സഹാക്കന്മാരെ കുറിച്ച് എന്തെങ്കിലും തെറ്റായിട്ടോ മോശമായിട്ടോ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് അപ്പൊ പറഞ്ഞു. ഈ സീനിൽ മോശമായിട്ടൊന്നുമില്ല. അതേന്നേ, ലാസ്റ്റ് സീൻ കണ്ട സീൻ നമ്പർ 63 പകല്. ആകാശ് തീർത്ത് സഖാവ് രാഘവൻ നമുക്കൊക്കെ പുഷ്പവൃഷ്ടി നടത്തുന്നു. ജനങ്ങളെല്ലാം നമ്മളെ തോളിലേറ്റ് നൃത്തം ചെയ്യുന്നു. അപ്പൊ നമ്മൾ പേടിച്ചൊക്കെ വെറുതെ ഇല്ല. ദേ ഇതിൽ എസ്റ്റേറ്റ് പിടിച്ചെടുക്കിട്ട് ജനങ്ങൾ ചെട്ടിയാർ തീ വെച്ച് കൊല്ലുക. ചെട്ടിയാരാ വില്ലേ. நீ என்ன பத்தி என்னடா நினைச்சிருக்க? நீ நல்ல நடிகன் எனக்கு தெரியும். ஆனா செட்டியார் முன்ன டிராமா பண்றீங்களா? டயலாக் முடிஞ்சாச்சடா. இனி ஆக்ஷன் மட்டும்தான். புரிஞ்சுதா? கட்டிங் கலத்தை எல்லாம் எடுத்து வெளிய போயா. I will give you 10 minutes. அதுக்குள்ள இந்த இடத்தை கிளியர் பண்ணணும். இல்லனா நடக்கிறதே வேற. இந்த ചെട്ടിയാർ സിംഗമടാ, തിങ്കം. ഇറങ്ങാം. പക്ഷെ ചെട്ടിയാർ സാറ് കൂടി ഒന്ന് മനസ്സ് വെക്കണം. 10-25 വർഷങ്ങൾക്ക് മുമ്പ് ചെട്ടിയാർക്ക് ഇവിടെ ഫാക്ടറി കെട്ടാൻ കരിയമ്പാടത്തെ ചതുപ്പിലേക്ക് ഇവരെ കൊണ്ട് തള്ളുമ്പോ സർക്കാർ നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. ഓരോ കുടുംബത്തിന് 20 സെന്റ് കൃഷിഭൂമി, ഒരു വീടും. ആദ്യം ആ കാര്യത്തിന് തീരുമാനം ഉണ്ടാക്ക്. എന്നിട്ട് തീരുമാനിക്കാം ഇവരിവിടുന്ന് ചട്ടിങ്ങൽ എടുക്കണോ, ചെട്ടിയാർ ഇവിടുന്ന് പോണോന്ന്. പുരിഞ്ചിതാ? സർക്കാർ മണ്ണാൻ കട്ടി. സർക്കാർ சொன்னா സർക്കാർ கிட்ட போய் கேளடா. இந்த செட்டியார் கிட்ட வேண்டடா உங்க விளையாட்டம். டேய், அடிச்சு கொல்லுடா. ചിറ്റാറും തൊടിയുടെ സമരനായകൻ സഖാവ് രാഘവന്റെ 28ാമത് രക്തസാക്ഷി ദിനാചരണം ഈ വരുന്ന 14-ാം തീയതി ചിറ്റാറും തൊടി രക്തസാക്ഷി മണ്ഡപത്തിൽ വെച്ച് പൂർവാധികം ഭംഗിയായി നടത്തപ്പെടുകയാണ്. കേട്ടോ VRB, വെറുതെ ഒരു നിഴൽ യുദ്ധം, മനസമാധാനം കളഞ്ഞ്. ഇപ്പൊ ഓർക്കുമ്പോ ചിരിയാ. പിന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കാൻ ഇത്തിരി വൈകി. അതിലെനിക്ക് സങ്കടമുണ്ട്. അതൊന്നും സാരില്ല സാർ. നാളത്തെ ഒരു ദിവസത്തെ ക്ലൈമാക്സ് വർക്കോടെ ഞങ്ങളുടെ പടത്തിന്റെ ഷൂട്ടിംഗ് അവസാനിക്കുക. അതിന് തെരഞ്ഞെടുത്തിരിക്കുന്ന ലൊക്കേഷൻ രക്തസാക്ഷി മണ്ഡപത്തിന്റെ സമീപത്ത് തന്നെയാ. കാരണം നാളത്തെ ഞങ്ങളുടെ മുഖ്യ അതിഥി
തമ്പാസഖാവാ. ഓഹോ, അതൊരു നല്ല കാര്യമാണല്ലോ. എനിക്കതിൽ വളരെ സന്തോഷമുണ്ട്. നാളെ രാഘവൻ സഖാവിന്റെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന കഴിഞ്ഞിട്ട് തമ്പാ സാർ ഞങ്ങളുടെ ഷൂട്ടിംഗിൽ പങ്കെടുക്കണം. സിനിമയുടെ ക്ലൈമാക്സിലെ തമ്പാ സാറിനെയും ബീരാ സാറിനെയും ഭദ്രൻ സാറിനെയും BRV സാറിനെയും അങ്ങനെ എല്ലാ സാറുമാരെ നിരത്തി നിർത്തി പൂക്കളുടെയല്ലോ അങ്ങ് മോളീന്ന് പുഷ്പവൃഷ്ടി പുഷ്പവൃഷ്ടി. അപ്പോ അതും സിനിമയിൽ കാണൂ. പിന്നെ സിനിമ തീരുന്നത് നിങ്ങൾ 5 പേരും നിരന്നു നിന്ന് ഇൻക്ലാബ് സിന്ദാബാദ് വിളിക്കുന്ന ദൃശ്യത്തിൽ. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബഹുമാനപ്പെട്ട മന്ത്രി സഖാവ് തമ്പാനന്ദായി കഴിഞ്ഞിരിക്കുകയാണ്. സഖാക്കളെ, സഖാവ് രാഘവൻ നമ്മുടെ വെളിച്ചമാണ്, വഴിവിളക്കാണ്. സഖാവ് കാട്ടിത്തന്ന വഴിയിലൂടെ നടക്കാൻ ശ്രമിക്കുന്ന വെറും യാത്രികർ മാത്രമാണ് നമ്മൾ. നമ്മുടെ ഓരോരുത്തരുടെയും രക്തത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കരുത്താണ്, ഊർജമാണ് സഖാവ്. നാടിനും ജനങ്ങൾക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ജീവത്യാഗം ചെയ്ത സഖാവിന്റെ ത്യാഗോജ്വലമായ ജീവിതത്തെ ഒരിക്കൽ കൂടി ഓർമ്മിക്കുന്ന ഈ അവസരത്തിൽ നാം വളരെ പ്രത്യേകതയുള്ള മറ്റൊരു ധന്യമുഹൂർത്തത്തിന് സാക്ഷികളാവുകയാണ്. എന്തെന്നാൽ ഈ രക്തസാക്ഷി ദിനത്തിൽ സഖാവ് രാഘവന്റെ ജീവചരിത്രം ആധാരമാക്കി ചിത്രീകരിക്കുന്ന സിനിമയുടെ അവസാനഘട്ട ചിത്രീകരണം ഇന്ന് ഈ രക്തസാക്ഷി മണ്ഡപത്തിനരികെ നമുക്കെല്ലാം മുന്നിലായി നടക്കാൻ പോവുകയാണ്. അതിന്റെ ആഹ്ലാദവും നിർവൃതിയും നെഞ്ചിലെത്തുന്നതിനൊപ്പം അതിപ്രധാനമായ ഒരു നേട്ടവും കൂടി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ ഒരു നിമിത്തമാവുകയാണിവിടെ. ചിറ്റാരം തൊടുവിലെ ഭൂസമരം അവസാനിപ്പിക്കുന്നതിനായി സമർപ്പിച്ച പാക്കേജ് നമ്മുടെ ഗവൺമെന്റ് അംഗീകരിച്ചിരിക്കുന്നു. ഫാക്ടറിക്ക് വേണ്ടി കുടിയൊഴിപ്പിക്കപ്പെട്ട ഓരോ കുടുംബത്തിനും കൃഷിയോഗ്യമായ 20 സെന്റ് ഭൂമിയും വീട് വയ്ക്കാൻ 3 ലക്ഷം രൂപയും നൽകാൻ ഈ സർക്കാർ തീരുമാനമെടുത്ത വിവരം ആത്മാഭിമാനത്തോടെ ഞാൻ പ്രഖ്യാപിക്കുന്നു. അതോടൊപ്പം അതിലേറെ ആത്മാഭിമാനത്തോടുകൂടി സഖാവ് രാഘവന്റെ 28ാമത് രക്തസാക്ഷി ദിനാചരണം ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ ഇവിടെ പ്രഖ്യാപിക്കുന്നു. ഇനി ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. സിനിമാ ചിത്രീകരണത്തിനായി ഇവിടെ വന്നിരിക്കുന്ന സൂപ്പർ സ്റ്റാർ സൂര്യകിരണിനെയും കൂട്ടരെയും ഞാൻ എന്റെ പേരിലും ചിറ്റാരം തൊടിയുടെ പേരിലും സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ പറഞ്ഞതുപോലെ ഏറെ സന്തോഷത്തോടെയാണ് ഞാനും എന്റെ സഹപ്രവർത്തകരും ഇന്നിവിടെ നിൽക്കുന്നത്. കാരണം എന്തിനു വേണ്ടിയാണോ സഖാവ് രാഘവന്റെ ജീവിതം ബലിയർപ്പിക്കപ്പെട്ടത്, ആ ലക്ഷ്യം നിറവേറപ്പെട്ട നിമിഷങ്ങളാണിപ്പോൾ. വർഷങ്ങൾക്ക് മുമ്പ് കുടിയൊഴിപ്പിക്കപ്പെട്ട ചിറ്റാരംതൊടിയിലെ നിങ്ങൾക്ക് സ്വന്തമായ വീടും കൃഷി ചെയ്യാനുള്ള മണ്ണും എന്ന സഖാവ് രാഘവന്റെ സ്വപ്നം സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഞങ്ങളെ ഇങ്ങനൊരു ചിത്രവുമായി ഇവിടെ എത്തിച്ച ഒരു മനുഷ്യ സ്നേഹിയെ കുറിച്ചാണ്. സഹജീവികൾക്കായി സ്വന്തം ജീവിതം നഷ്ടപ്പെടുത്തിയ അവനെ നിങ്ങൾക്കറിയാം. നിങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട നന്ദഗോപൻ മാളിക വീട്.
അവൻ പകർന്നു തന്ന ഊർജ്ജത്തോടെ സഞ്ചരിച്ച ഞങ്ങൾക്ക് എല്ലാ പിന്തുണയും തന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഏവരുടെയും അനുവാദത്തോടു കൂടി അഭയാർത്ഥികളുടെ ക്ലൈമാക്സ് ചിത്രീകരണത്തിലേക്ക് ഞങ്ങൾ കടക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആക്ഷൻ. വന്നോളൂ വന്നോളൂ. എല്ലാവരുടെയും ശ്രദ്ധയ്ക്ക്, ചിറ്റാരന്തൊടി പഞ്ചായത്തിലെ 4-ാം വാർഡിൽപ്പെട്ട കല്ലാങ്കുഴി ദേശനിവാസികൾ സർക്കാർ ഉത്തരവ് പ്രകാരം ഇപ്പോൾ ഈ നിമിഷം ഇവിടം വിട്ട് ഒഴിഞ്ഞു പോകേണ്ടതാണ്. പരാതികളും തർക്കങ്ങളും തീർപ്പാക്കുന്നതുവരെ സർക്കാർ നിങ്ങൾക്കായി ഒരുക്കിയിട്ടുള്ള താൽക്കാലിക ഷെൽട്ടറിലേക്ക് മാറി താമസിക്കേണ്ടതാണ്. ദയവായി സഹകരിക്കുക. നിങ്ങളുടെ വീട്ടു സാധനങ്ങളെടുത്ത് എല്ലാവരും പുറത്തു പോവുക. ഇവിടെ കൂട്ടം കൂടി നിൽക്കാതെ ഒഴിഞ്ഞു പോവുക. നിങ്ങൾ അതിന് തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കാൻ നിർബന്ധിതരാകും. മണ്ണിന്റെ മക്കളെ അടിച്ചിറക്കി കോട്ടമതിൽ കെട്ടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞങ്ങളുടെ മരണം കൂടി നിങ്ങൾ കാണണം. വന്നോളിൻ. മണ്ണിന്റെ മക്കളെ അടിച്ചിറക്കി കോട്ടമതിൽ കെട്ടിക്കോ. പക്ഷേ അതിനു മുമ്പ് ഞങ്ങളുടെ മരണം കൂടി നിങ്ങൾ കാണണം. എന്തായി കാട്ടുന്ന രാഘവേട്ട? സാർ, എല്ലാവരും ദേഹത്ത് മണ്ണെണ്ണ ചോദിച്ചിട്ടുണ്ട്. അതെ, മണ്ണെണ്ണയിൽ കുളിച്ചാ ഞങ്ങൾ നിൽക്കുന്നേ. ഒരു ചുവട് മുന്നോട്ട് വെച്ചാൽ കൊളുത്തും ഞങ്ങൾ. പ്രശ്നം ഉണ്ടാക്കരുത്. നിങ്ങൾ ശാന്തരാകണം. ചവിട്ടി നിൽക്കുന്ന മണ്ണ് കടലെടുത്ത് പോകുമ്പോ എന്ത് ശാന്തതയാ സാറേ. മിസ്റ്റർ രാഘവൻ, അവിവേകം കാട്ടരുത്. നിങ്ങൾ ആ തീപ്പന്തം ദൂരെ എറിയും. എറിയാം, പക്ഷെ വന്ന പോലെ തിരിച്ചു പോകണം. നിങ്ങൾ ഇല്ലെങ്കിൽ 6 ജീവന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ശരി, ഒരു വട്ടം കൂടി ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്. പക്ഷെ അതിനു മുമ്പ് നിങ്ങൾ ഈ ആത്മഹത്യാ ഭീഷണി നിന്ന് പിന്മാറണം. മനസ്സില്ല. ആദ്യം നിങ്ങൾ പോലീസിനെ പിൻവലിക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്മാറാം. പിന്നെ ചർച്ചയാവാം. അല്ലാതെ ഒരു പണി നടക്കില്ല സാറേ. ഫോഴ്സ് ബാക്ക് ടു പൊസിഷൻ. കം ബാക്ക്. ദയവായി എല്ലാവരും ശ്രദ്ധിക്കുക. സർക്കാർ നിങ്ങളുടെ ശത്രുക്കളല്ല. പ്രകോപനപരമായ നടപടികൾ കൊണ്ട് പ്രശ്നങ്ങൾ സങ്കീർണമാക്കാൻ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. തലമെടുപ്പ് നടപടി താൽക്കാലികമായി നിർത്തിവെക്കുന്നു. തുടർ ചർച്ചയുടെ തീയതി പിന്നാലെ അറിയിക്കുന്നു.
മാന്യന്മാരെ വിളിച്ചു വരുത്തി വഴി കാണിക്കുക. സഖാക്കളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, എന്നെയും നമ്മുടെ പാർട്ടിയെയും അപമാനിക്കാനുള്ള ശ്രമമാണിത്. ആരും ഇത് വിശ്വസിക്കരുത്. അടിച്ച് തകർത്ത് കത്തിച്ച് കളയട ഇവന്മാരെ. കത്തിക്കില്ല, ഒരടിയാണെങ്കില്ല ഇവര്. നിങ്ങളുടെ ആജ്ഞ കേൾക്കാൻ ഈ ചിറ്റാരൻ തൊടിയിൽ ഞാൻ ഉണ്ടാവില്ലേ സഖാവേ? കാരണം സഖാവ് രാഘവൻ ഈ ചിറ്റാരൻ തൊടിയുടെ ഈശ്വരൻ, എന്റെ അച്ഛൻ. എന്റെ അച്ഛൻ എങ്ങനെ മരിച്ചത് ഇവരിപ്പൊ കണ്ടില്ലേ? സഖാവ് ഒന്ന് ഞെട്ടി അല്ലേ? അതേടാ, നീ തീയിട്ട് കൊന്ന സഖാവ് രാഘവന്റെ മകൻ കണ്ണന ഞാൻ. ചിറ്റാരമ്പുഴയിൽ ആത്മഹത്യ ചെയ്ത് ജാനകിയുടെ മകൻ കണ്ണന ഞാൻ. എന്റെ ചിന്നുമോളുടെ കണ്ണേട്ടൻ. നിനക്കിപ്പല്ല ഓർക്കാൻ കഴിയുന്നുണ്ടാ മന്ത്രി തമ്പാന്? എന്റെ കുടുംബത്തിന് ശ്രാദ്ധം ഉണ്ണാനുള്ള ബലിച്ചോറിനോടൊപ്പം നിന്റെ ജീവനും കൂടി ഞാൻ എടുത്തു വെക്കിട്ടടാ. ഇന്ന് ഞാൻ മിസ്റ്റർ സൂര്യകിരൺ, മിനിസ്റ്ററുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങൾക്ക് എന്തും ചെയ്യേണ്ടി വരും. ഡോണ്ട് മൂവ്, പ്രശ്നമുണ്ടാക്കരുത്. ആരും അടുത്ത് വരരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ മന്ത്രിയുടെ നെഞ്ചുകൂടി തുളയ്ക്കൂ കടാര. തമ്പാൻ സഖാവ് മുറിച്ചെടുത്ത കാലിന് പകരം എന്റെ കുടുംബം പട്ടിണിയിറന്ന് പിച്ചായിരുന്നു വാങ്ങിവെച്ചതാ ഈ കാല്. ഇപ്പൊ എന്റെ പൊയ്ക്കാലിന് കീഴെ നിന്റെ ജീവൻ പിടയ്ക്കുന്ന എനിക്ക് കാണാം. നിന്റെ ആളുകൾ തകർത്ത ഈ കാതുകൊണ്ട് തന്നെ എനിക്കത് കേൾക്കാം. ഞാനും ഒരു സഖാവേ. എന്റെ അച്ഛനെ എല്ലാവർക്കും അറിയാം, ടൈലർ സുകുമാരൻ. ചിറ്റാരൻതൊടിയിലെ ഭൂസമരത്തിന് സഖാവ് രാഘവനോടൊപ്പം നെഞ്ചും വിരിച്ചുകൊണ്ട് കൂടെ നിന്നയാൾ. ഓരോ ശ്വാസത്തിലും കമ്മ്യൂണിസ്റ്റുകാരെ ജീവിച്ച് പാർട്ടി ഓർത്ത് വേദനിച്ച് മരിച്ച എന്റെ അച്ഛനെ ഒടുവിൽ അടുക്കളയിൽ കുഴികൂത്തി അടക്കേണ്ടി വന്നു എനിക്ക്. നിന്റെ ചോര കൊണ്ട് നിറം മങ്ങിയ കൊടികൾ എനിക്ക് ചോമിപ്പിക്കണം. ഇനി വരുന്ന തലമുറ ഒരു വർഗവഞ്ചകനെയും സഖാവേ എന്ന് വിളിക്കാൻ ഇടവരരുത്. ഇൻക്ലാബ് സിന്ദാബാദ്. സമാധാനായി. 10-26 കൊല്ലം ഈ നെഞ്ചിൽ കൊണ്ടുനടന്ന തീയ് ഇപ്പോ നണഞ്ഞു. എന്റെ രാഘവന്റെ ആത്മാവ് എന്നോട് പൊറുക്കട്ടെ. എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കാണ്. ജീവനെ പേടിച്ച് ഈ സത്യം ഇത്രയും കാലം മൂടി വെച്ചതിന്. വിളറിപ്പോയ നമ്മുടെ നക്ഷത്രങ്ങളൊന്ന് ചോപ്പിച്ചെടുക്കാൻ, ചിറ്റാരൻതൊടിക്ക് വേണ്ടി നിലകൊള്ളാൻ നീ വേണമോനെ ഈ മണ്ണിൽ.
പാർട്ടിക്ക് വഴിതെറ്റുമ്പോ നേർവഴി കാട്ടാൻ ഞങ്ങളുടെ രാഘവന്റെ മകനിവിടെ ഉണ്ടാവണം. അടക്ക ഹായ് നന്ദു. ഇത് അവനല്ലേ? ഹായ് വാട്ട് ടൈം ദിസ് വേ? ഇംഗ്ലീഷ് ഇതുവരെ പാച്ചില്ലല്ലേ? എന്താ ഈ നേരത്തെ ഈ വഴിക്കെന്ന്? സോറി, ഞാൻ ആളറിയാണ്ട് കൈയാണിച്ചതാ. പോയിക്കോളൂ. അല്ലേലും ഇന്ന് ഞാൻ ലിഫ്റ്റ് തരില്ല. കാരണം ഞാൻ ഇന്നൊരാളെ രജനീകാന്തിനെ കാണിക്കാൻ കൊണ്ടുപോവാ. ആണോ? ഒന്ന് കണ്ടോട്ടെ. ശരിക്കും കണ്ടോളൂ. അതിരിക്കട്ടെ, എന്തിനാ? അല്ല, പിന്നെ കാണാൻ പറ്റിയില്ലെങ്കിലോ? വെറുതെ ഒന്ന് പോടെ. അല്ല, തമിഴ്നാട്ടിലെയും കർണാടകത്തിലേക്ക് പോലീസുകാർ ഇടിക്ക് നല്ല പവറാ. കേരള പോലീസും വരുന്നുണ്ടല്ലോ. സാർ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലേ സാറിന് ഈ വണ്ടി ഓടിക്കണമെന്ന്? എന്നാ ഓടിച്ചോ. അളിയാ, നിന്ന് കറങ്ങാതെ വീട്ടിൽ പോ. കീഴടങ്ങി വണ്ടി മുട്ടിച്ചിട്ട്